ഞാൻ കുറച്ചു മുമ്പ് സ്വർഗത്തിൽ പോയിരുന്നല്ലോ, അപ്പം മേടിച്ചതാ. ഓരോന്ന് ചോദിക്കുന്നുണ്ടില്ലേ, എവിടുന്നാ വാങ്ങിച്ചെന്ന്. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? എടോ സത്യം, ഞാൻ വാങ്ങിച്ചതല്ലേ ഇത്. ഞാൻ സമ്മതിച്ചു തരില്ല. ആഹാ, എങ്കിലേ താൻ തന്നെ വാങ്ങിച്ചതാണെന്ന് ഞാനും പറയും. ഞാനല്ല ഞാനല്ല ഞാനല്ല. ആ എന്നാ പിന്നെ എവിടെന്നെങ്കിലും പറന്നു വന്നതായിരിക്കും. പിന്നെ പാവക്കുട്ടി ആകാശത്തുനിന്ന് പറന്ന് വരുണിന്റെ രാധികയുടെയും ബെഡ്റൂമിൽ വന്ന് കിടക്കല്ലേ. അതെ, നമ്മൾ തമ്മിൽ ഈ ഒരു കാര്യത്തിൽ തർക്കിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആരും അത് ചെയ്തതാ. നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്തതായിരിക്കും. നോ ഡൗട്ട്. വരുൺ വെച്ചാലോന്ന് ഉറപ്പല്ലേ? എടോ താനാണ് സത്യം. തന്റെ കാര്യോ? എന്റെ പൊന്നു ചെറുക്കനാണ് സത്യം. അപ്പൊ നമ്മൾ രണ്ടുപേരുമല്ല. ഇത് ആരാ ചെയ്തെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടാണ് കാര്യം. പാവയല്ലോ. അതെ മുത്തശ്ശി, ഞങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് ചെല്ലുമ്പോ അവിടെ ഞങ്ങളുടെ ബെഡിലിതേ ഈ പാവക്കുട്ടി കിടക്കുക. ഇന്ന് വരെ ഈ വീട്ടിലില്ലാതിരുന്ന ഒരു സാധനം അവിടെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാതിരിക്കോ? ഒരു പാവക്കുട്ടിയല്ലേ, എന്തു കുഴപ്പമുണ്ടാക്കാനാ? മുത്തശ്ശി, വരുണിന്റെ സംശയം എന്താണെന്നറിയോ? ഈ ചെറിയമ്മയോ ഏട്ടത്തെയോ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതാണോന്നൊരു സംശയം. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ആർക്കാ ഇതുമായിട്ട് ബന്ധം? എനിക്കറിയില്ല. എന്നാലേ മുത്തശ്ശി ഇപ്പൊ തന്നെ ചെറിയമ്മ ഏട്ടത്തെ ഒന്ന് വിളിച്ചേൽപ്പിച്ചേ. ഇതിന്റെ പുറകില് അവർക്ക് പങ്കുണ്ടോന്ന് നോക്കണം. എന്തിനാടാ വെറുതെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങള്? ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ മുത്തശ്ശിക്ക് അത് ആവശ്യമില്ലാത്ത കാര്യമാണോ? മുത്തശ്ശി എഴുന്നേറ്റ് വാ. അവർ രണ്ടുപേരാണ് ഇത് ചെയ്തെങ്കിലേ ഇപ്പൊ തന്നെ ഇതിന് പകരം ചോദിച്ചേ പറ്റൂ. ഒന്ന് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് രണ്ടാളും. പാതിരാത്രിക്ക് മനുഷ്യനെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുന്നു രണ്ടാളും. എനിക്ക് ഉറങ്ങണം. മോളെ മോളെ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട മോളെ, അമ്മയല്ലേ വിളിക്കുന്നു? ഞാൻ വരില്ല. ആരാ മുത്തശ്ശി ഇത്? മോളുടെ അമ്മയാ. മോളെ നീറ്റ് വാ. വാ, എന്നെ തൊടല്ലേ, എനിക്ക് പേടിയാ. എന്താ ചോദേ? മോക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയുന്നു ദേവേട്ട. മോളെ, അച്ഛനും അമ്മയും മുത്തശ്ശിയും മോളും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായില്ലേ? ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം. മോളെ ഇടയ്ക്കിടയ്ക്ക് കൊതിയോടെ പറയാറില്ലേ അച്ഛൻ വാരി തന്നാലേ കഴിക്കൂന്നൊക്കെ? ഇന്ന് അച്ഛൻ വാരി തരാമോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി? ഇവരോട് പോവാൻ പറ. അമ്മേ, അമ്മ പറയൂ. അല്ലാതെ പട്ടിണി ഇരിക്കാന്നൊക്കെ വെച്ചാല്. ഞാൻ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ഇത് കാണുന്നത്. ഇത്രയും കാലം അവൾ എങ്ങനെയാ ജീവിച്ചിരുന്നത്? ചില ദിവസം എന്തെങ്കിലും കുടിച്ചെങ്കിലായി. എത്ര ദിവസം പട്ടിണി കിടന്നു കാണും? ഞാനൊന്നും പറയുന്നില്ല.
സന്തോഷത്തോടെ ഓടിച്ചാടിയിരുന്ന മോളെ ഇങ്ങനെയാക്കി തീർത്തില്ലേ എല്ലാരും കൂടെ? ദേവേട്ടാ എന്താ ചെയ്യണ്ടേ? മോളെ അച്ഛനല്ലേ വിളിക്കുന്നത്, വാ. പോ എനിക്ക് കാണണ്ട. മുത്തശ്ശി പോവാൻ പറ. നിങ്ങൾ പോയിക്കോ, അവളെ നിർബന്ധിക്കണ്ട. പോയിക്കോ. എന്നാ അമ്മയ്ക്ക് ഭക്ഷണം എടുക്കട്ടെ? എന്റെ മോക്ക് വേണ്ടെങ്കി എനിക്കും വേണ്ട. പൊയ്ക്കോളൂ. ആ ദേ വാതിലടച്ചിട്ട് വരാം. മുത്തശ്ശി എടീ, അയ്യോ, അയ്യോ, നിർത്ത്, നിർത്ത്. മുത്തശ്ശിയുടെ അഭിനയം കണ്ടിട്ടേ എനിക്ക് തന്നെ